ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ഫ്ലേവറിൽ നിങ്ങൾ അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല. വളരെ ഈസി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സേമിയ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 200 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് വറവായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ലിറ്റർ പാൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് നമുക്കിതിലേക്ക്. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6-7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. സാധാരണ പായസം ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാം പായസം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇനി സേമിയ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 200 ml കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതാണോ കൂട്ടേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ പായസം ഇവിടെ റെഡി ആയതിനു ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഏലക്ക ഫ്ലേവറിലും കുറച്ച് ബദാം ഫ്ലേവറിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബദാമിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 തുള്ളി ബദാമിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഈ ടൈഗറിൻ്റെ ബദാം മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇത് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് കേട്ടോ. തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റ്. ഇനി ചൂടോട് കൂടി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ ബദാം ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറുമാണ് ഈ ഒരു പായസത്തിന് ഉണ്ടാവുക. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബദാം ഫ്ലേവറിലുള്ള ഒരു സേമിയ പായസമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.